ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് കാരണമെന്താണ്? ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയുമൊഴികെ മറ്റെന്തു കാരണവുമാവാം എന്ന മട്ടിലാണ് ചർച്ചകൾ. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടേ എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് CPM സംസ്ഥാന സെക്രട്ടറി ചൂടായി. സാധാരണ പ്രവർത്തകർ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി. മന്ത്രിയുടെ ശൈലി തിരിച്ചടിയായി. വിവിധ ജില്ലാ കമ്മിറ്റികളും ഇതു ശരിവയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMന്റെ വിവിധ ജില്ലാ നേതൃത്വങ്ങൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട്. EP ജയരാജന്റെ BJP അനുകൂല പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങളുയർന്നു. AK ബാലനെതിരെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ പൊതുവികാരം. കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ പരസ്പരം പഴിചാരുകയാണ് CPM CPI നേതാക്കൾ. മുകേഷിന്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കൊല്ലം, കണ്ണൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നു. മകൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടരുന്നില്ലെന്ന വിമർശനമാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുണ്ടായത്. നേരത്തെ LDFന് സംസ്ഥാനത്തിലുണ്ടായ വലിയ തിരിച്ചടിയെക്കുറിച്ച് CPMനുള്ളിൽ തന്നെ വിമർശന സ്വരം ഉയർന്നിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നത് ചർച്ചയായിരുന്നു. CPIയുടെ പല ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പിണറായി വിജയനെ മാറ്റണമെന്ന ആവശ്യമുയർന്നിരുന്നു. തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഭരണവിരുദ്ധ വികാരം തോൽവിയിലേക്ക് നയിച്ചെന്ന അഭിപ്രായമുയർത്തി പരസ്യമായി രംഗത്തുവന്നു. ഇതിനു പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടാണെന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് മുതിർന്ന അംഗവുമായ തോമസ് ചാഴിക്കാടൻ. കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സിറ്റിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് വിമർശനമുയർന്നത്. നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി പരസ്യമായി ശകാരിച്ചതടക്കം തിരിച്ചടിയായെന്നാണ് ചാഴിക്കാടൻ പറയുന്നത്. അതേസമയം തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നായിരുന്നു കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവർ പറഞ്ഞത്.